ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകരുമായ രഞ്ജിത്തിനെതിരായ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ K. സുധാകരൻ. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം അന്വേഷിക്കണമെന്നും രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ആരോപണ വിധേയർ പിണറായി സർക്കാരിന്റെ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുകയാണ്. മന്ത്രിയും MLAയും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിയത്. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിലടക്കം ഇവർക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും സുധാകരൻ വിമർശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹേമ കമ്മീഷൻ സർക്കാരിന്റെ ദുരൂഹമായ ഇടപെടലിന് പിന്നിൽ കുറ്റാരോപിതരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചു. സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവാക്കിയ ഭാഗം ഉടനെ പുറത്തുവിടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. പദവിയിൽ നിന്ന് മാറ്റി നിർത്തി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ഗുരുതരമായ ആരോപണം സർക്കാർ അടിയന്തിരമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ബംഗാളി നടിയുടെ ആരോപണം തള്ളി രഞ്ജിത്ത് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. നടിയോട് താൻ മോശമായി പെരുമാറിയിട്ടില്ലെന്നും പാലേരി മാണിക്യം സിനിമയുടെ ഓഡിഷൻ ടെസ്റ്റിന് നടി വന്നിരുന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. ശ്രീലേഖ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡിഷന് വന്നിരുന്നു. എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നത് എന്നും നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 2009-2010 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര ആരോപിച്ചത്. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ്. പൃഥ്വിരാജ് നായകനായ അകലെ എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു. അകലയിലെ അഭിനയം കൊണ്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത്. ഓഡിഷൻ എല്ലാം കഴിഞ്ഞതായിരുന്നു. രാവിലെ സംവിധായകൻ രഞ്ജിത്തിനെ കണ്ടു. കൊച്ചിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വൈകിട്ട് അണിയറ പ്രവർത്തകരുമായി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറാണ് ക്ഷണിച്ചത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകളുണ്ടായിരുന്നു. ഇവിടെ വെച്ച് തൻ്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചെന്നും നടി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയത്. അതേസമയം രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ ലൈംഗികാരോപണത്തിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിൽ തടസ്സമില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വിവരം കിട്ടിയാൽ എത്ര ഉന്നതനാണെങ്കിലും കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് കണ്ണൂരിൽ അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടും. ആരോപണങ്ങളുടെ നിജസ്ഥിതി തെളിഞ്ഞാൽ പദവിയിൽ നിന്നും നീക്കണമെന്നും സതീദേവി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു.